കോമൺവെൽത്ത് ഗെയിംസ് 2022 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ കോമൺവെൽത്ത് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ? ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന രാജ്യങ്ങളാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ. ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേള അറിയപ്പെടുന്നത് കോമൺവെൽത്ത് ഗെയിംസ്. നിലവിൽ കോമൺവെൽത്തിൽ അംഗങ്ങളായ രാജ്യങ്ങളുടെ എണ്ണം 54. നിലവിൽ കോമൺവെൽത്തിൽ അംഗങ്ങളായ രാജ്യങ്ങൾ എത്രയാണ്? 54. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം 1930. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം 1930. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സ്ഥാപകൻ ആസ്ലി കൂപ്പറാണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സ്ഥാപകൻ ആസ്ലി കൂപ്പർ. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആപ്തവാക്യം എന്താണ്? ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി. 4 വർഷം കൂടുമ്പോഴാണ് ഗെയിംസ് നടക്കുന്നത്. 4 വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഡോം ലൂയിസ് മാർട്ടിനാണ്. ഡോം ലൂയിസ് മാർട്ടിനാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിലവിലെ പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആസ്ഥാനം UK ആണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആസ്ഥാനം UK. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ പേര്. 1954 മുതൽ ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് അറിയപ്പെട്ടു. 1978 മുതലാണ് ഇന്നത്തെ പേര് നിലവിൽ വന്നത്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ വേദി കാനഡയിലെ ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യ വേദി ആയിരുന്നത് കാനഡയിലെ ഹാമിൽട്ടൺ. പ്രഥമ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11. പ്രഥമ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 11. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് 1934 ലണ്ടൻ ഗെയിംസിലാണ്. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് എന്നാണ്? 1934 ലണ്ടൻ ഗെയിംസിൽ. ഇനി 1934 ലണ്ടൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 12. ഇന്ത്യക്ക് ഒരു മെഡലാണ് ലഭിച്ചത്, ഒരു വെങ്കല മെഡൽ ലഭിച്ചു ഇന്ത്യക്ക്. ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി ഒരു മെഡൽ നേടിയത് റാഷിദ് അൻവറാണ്. ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി ഒരു മെഡൽ നേടിയത് റാഷിദ് അൻവർ. 1934 74 kg ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പ്രഥമ സ്വർണ്ണ മെഡൽ നേടിയത് മിൽഖ സിംഗ് 1958. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്കു വേണ്ടി ആദ്യ മെഡൽ നേടിയത് മിൽഖ സിംഗ് ആണ്. അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം മണിക ബത്ര. മിൽഖ സിംഗിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസിൽ 400 മീറ്റർ ഫൈനലിൽ കടന്ന ഇന്ത്യൻ താരമാണ് മുഹമ്മദ് അനസ്. കോമൺവെൽത്ത് ഗെയിംസിൽ 400 മീറ്റർ ഫൈനലിൽ എത്തുന്ന ആദ്യ മലയാളിയും ആരാണ്? മുഹമ്മദ് അനസ്. ഇനി കോമൺവെൽത്ത് ഗെയിംസിനു വേദിയായ ആദ്യ ഏഷ്യൻ നഗരമാണ് ക്വാലാലംപൂർ. ക്വാലാലംപൂർ മലേഷ്യയിലാണ്. 1998 ക്വാലാലംപൂർ വേദിയായത്. രണ്ടാമത്തെ ഏഷ്യൻ നഗരമാണ് ന്യൂഡൽഹി. കോമൺവെൽത്ത് ഗെയിംസിനു വേദിയായ രണ്ടാമത്തെ ഏഷ്യൻ നഗരം ന്യൂഡൽഹി 2010 വേദിയായത്. കോമൺവെൽത്ത് ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ രാജ്യങ്ങൾ കാനഡ, ഓസ്ട്രേലിയ 4 തവണ വേദിയായി. ഇനി 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ആദ്യ സ്ഥാനം ഓസ്ട്രേലിയക്കായിരുന്നു. അപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഗോൾഡ് കോസ്റ്റ്.
ഗോൾഡ് കോസ്റ്റിലാണ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. 1ാം സ്ഥാനം ഓസ്ട്രേലിയക്കായിരുന്നു. അപ്പോൾ വേദി ബർമിംഗ്ഹാമിലായിരുന്നു 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2018 വേദി ഗോൾഡ് കോസ്റ്റ് ആയിരുന്നു. 2018 ഗോൾഡ് കോസ്റ്റ് ആയിരുന്നു വേദി. ഇനി കോമൺവെൽത്ത് ഗെയിംസ് 2022 വേദി ആയിരുന്നത് ബർമിംഗ്ഹാം, എവിടെ? യു കെയിലെ ബർമിംഗ്ഹാമിലായിരുന്നു 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. പ്രധാന വേദി അലക്സാണ്ടർ സ്റ്റേഡിയമായിരുന്നു. ബർമിംഗ്ഹാമിലെ അലക്സാണ്ടർ സ്റ്റേഡിയമായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പ്രധാന വേദി. ഈ ഗെയിം ആരംഭിച്ചത് ജൂലൈ 28-നാണ്. 2022 ജൂലൈ 28-ന് ആരംഭിച്ചു. അവസാനിച്ചത് 2022 ഓഗസ്റ്റ് 8-ന് അവസാനിച്ചു. അപ്പോൾ എത്ര ദിവസം നീണ്ടു നിന്നു? 11 ദിവസം ഈ ഗെയിംസ് നീണ്ടു നിന്നു. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസ് എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ 22ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു 2022 നടന്നത്. പ്രധാന വേദി അലക്സാണ്ടർ സ്റ്റേഡിയം. എത്ര ദിവസം നീണ്ടു നിന്നു? 11 ദിവസം നീണ്ടു നിന്നു. എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു 2022 നടന്നത്? എത്രാമതായിരുന്നു? 22ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു 2022 നടന്നത്. ഇനി പങ്കെടുത്ത രാജ്യങ്ങൾ 72 രാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഗെയിംസിൽ പങ്കെടുത്തവർ 5054 പേരാണ് ഗെയിംസിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ടീമിൽ മത്സരിച്ചത് 210 പേരാണ്. 106 പുരുഷ താരവും 104 വനിതാ താരവും 16 സ്പോർട്സ് ഇനങ്ങളിൽ മത്സരിച്ചു. ഇനി 2016 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി മെൽബൺ, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ മെൽബൺ ആണ് 2026 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2022 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ മോട്ടോ സ്പോർട്സ് ഈസ് ജസ്റ്റ് ദി ബിഗിനിങ്. സ്പോർട്സ് ഈസ് ജസ്റ്റ് ദി ബിഗിനിങ്. ഇതിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും തുടക്കം സ്പോർട്സ് ആണ് എന്നതാണ്. ഇതിൻ്റെ മാസ്കോട്ട് പെറി ദ ബുൾ. പെറി എന്ന കാളയാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ മാസ്കോട്ട്. ഇനി ഉദ്ഘാടന ദിനം ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും മൻപ്രീത് സിംഗും. PV സിന്ധു, മൻപ്രീത് സിംഗ് ഉദ്ഘാടന ദിനം ഇന്ത്യൻ പതാക ഏന്തി. PV സിന്ധു ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൻപ്രീത് സിംഗ് ഹോക്കി. മൻപ്രീത് സിംഗിൻ്റെ കായിക ഇനം ഹോക്കി. PV സിന്ധു ബാഡ്മിൻ്റൺ. അപ്പോൾ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് നിഖത് സറീൻ, ശരത് കമൽ. നിഖത് സറീനും ശരത് കമലുമാണ്. നിഖത് സറീൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. ശരത് കമൽ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ്. നിഖത് സറീൻ ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരത് കമൽ ടേബിൾ ടെന്നീസ്. ഇനി നമുക്ക് മെഡൽ നില നോക്കാം. ആകെ 178 പോയിൻറ്റുമായിട്ട് ഏറ്റവും ഫസ്റ്റ് ഓസ്ട്രേലിയ. 178 പോയിൻറ്റുമായിട്ട് ഏറ്റവും ഫസ്റ്റ് ആരാണ്? ഓസ്ട്രേലിയ. 176 പോയിൻറ്റുമായിട്ട് രണ്ടാം സ്ഥാനം കിട്ടിയത് ഇംഗ്ലണ്ടിനാണ്. 92 പോയിൻറ്റുമായിട്ട് മൂന്നാം സ്ഥാനം കിട്ടിയത് കാനഡക്ക്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് കിട്ടിയ ആകെ പോയിൻ്റ് എന്ന് പറയുന്നത് 61. ആകെ മെഡൽ 61. ഓസ്ട്രേലിയക്ക് കിട്ടിയ ആകെ മെഡൽ 178. ഇംഗ്ലണ്ടിന് കിട്ടിയ ആകെ മെഡൽ എത്രയാണ്? 176. കാനഡക്ക് കിട്ടിയത് ആകെ 92 മെഡലാണ് ലഭിച്ചത്. ഇന്ത്യക്ക് കിട്ടിയ ആകെ മെഡൽ 61. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനം. ആദ്യ സ്ഥാനം ഓസ്ട്രേലിയക്ക്, 2ാം സ്ഥാനം ഇംഗ്ലണ്ടിന്, 3ാം സ്ഥാനം കാനഡക്ക്, 4ാം സ്ഥാനം ഇന്ത്യക്ക്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 3ആയിരുന്നു. ഇന്ത്യക്ക് 22 സ്വർണ്ണ മെഡൽ ലഭിച്ചു. വെള്ളി 16 വെള്ളി മെഡൽ, 23 വെങ്കലാണ് ലഭിച്ചത്. അപ്പോൾ ടോട്ടൽ മെഡൽ എത്രയാണ്? 61. ഗെയിംസിലെ ആദ്യ സ്വർണം നേടിയത് അലക്സി. ട്രയാത്തലണിൽ ഇംഗ്ലണ്ട് താരമാണ്. ആദ്യ സ്വർണം നേടിയത് അലക്സിയാണ്, ഇംഗ്ലണ്ട് താരം. ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? മഹാദേവ് സാങ്കേത് സർഗർ. മഹാദേവ് സാങ്കേത് സർഗറാണ് ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. 55 kg ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടി.
ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് മീരാബായ് ചാനു ആണ്. മീരാബായ് ചാനു ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത്. വെയ്റ്റ് ലിഫ്റ്റിംഗ് 49 kg. വെയ്റ്റ് ലിഫ്റ്റിംഗ് 49 kgയിലാണ് മീരാബായ് ചാനു ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത്. ഇനി ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തില്ല. പരിക്ക് കാരണം നീരജ് ചോപ്ര ഏതിൽ പങ്കെടുത്തില്ല? 2022 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് അർഷാദ് നദീമാണ്. അർഷാദ് നദീം പാകിസ്ഥാൻകാരനാണ്. അപ്പോൾ അർഷാദ് നദീം എറിഞ്ഞത് 90.18 മീറ്ററാണ്. നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ പങ്കെടുത്തില്ല. പരിക്ക് കാരണം പങ്കെടുത്തില്ല. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് അർഷാദ് നദീം, പാകിസ്ഥാൻകാരനാണ്. ഇനി കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഷൂട്ടിംഗ് ഇത്തവണ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇനമായിരുന്നു ഷൂട്ടിംഗ്. അത് ഇത്തവണ ഉണ്ടായിരുന്നില്ല. വനിതാ ക്രിക്കറ്റ് ആദ്യമായി ഉൾപ്പെടുത്തിയ കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2022 നടന്നത്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത്. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് ഓസ്ട്രേലിയക്കാണ്. ഓസ്ട്രേലിയ 9 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ചു. ഇനി പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ്? ഓസ്ട്രേലിയക്ക്. പുരുഷ ഹോക്കിയിലും ഏത് വനിതാ ക്രിക്കറ്റിലും ഇന്ത്യക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത്. ഹോക്കി മത്സരം ഏർപ്പെടുത്തിയ 1998 മുതൽ എല്ലാ എഡിഷനിലും ജേതാക്കളായ ഓസ്ട്രേലിയക്ക് 7ാം സ്വർണമാണിത്. അപ്പോൾ ഓസ്ട്രേലിയക്ക് എത്രാമത് ഹോക്കി സ്വർണമാണ്? 7ാമത് ഹോക്കി സ്വർണമാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചത്. അപ്പോൾ ഹോക്കി ഏത് വർഷം മുതലാണ് ഉൾപ്പെടുത്തിയത്? 1998 മുതലാണ് ഹോക്കി കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയത്. 2022 നടന്ന കോമൺവെൽത്ത് ഗെയിംസിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരമാണ് എലൈൻ തോംസൺ. എലൈൻ തോംസൺ ജമൈക്കക്കാരിയാണ്. ഏറ്റവും വേഗതയേറിയ പുരുഷ താരമാണ് ഫെർഡിനാൻഡ് ഒമൻയാല, കെനിയക്കാരനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അനഹത്ത് സിംഗ്. അനഹത്ത് സിംഗ് ഈസ് ദി യങ്ങസ്റ്റ് പ്ലെയർ അറ്റ് ദി കോമൺവെൽത്ത് ഗെയിംസ്. അപ്പോൾ അനഹത്ത് സിംഗിൻ്റെ കായിക ഇനം ഏതാണ്? സ്ക്വാഷ് പ്ലെയറാണ് ആര്? അനഹത്ത് സിംഗ്. ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 22 ഗോൾഡ് മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ ആർക്കൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. മീരാബായ് ചാനുവിനാണ് ആദ്യ ഗോൾഡ് മെഡൽ ലഭിച്ചത്. മീരാബായ് ചാനു ഇനം വെയ്റ്റ് ലിഫ്റ്റിംഗ് 49 kg, മണിപ്പൂർകാരിയാണ്. മീരാബായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് 49 kg, മണിപ്പൂർകാരിയാണ്. ജെറമി ലാരിൻഗുവ വെയ്റ്റ് ലിഫ്റ്റിംഗ് 67 kg, മിസോറാംകാരിയാണ്. ജെറമി ലാരിൻഗുവ വെയ്റ്റ് ലിഫ്റ്റിംഗ് 67 kg, മിസോറാംകാരി. ഇനി അജിൻറ്റക്ക് ലഭിച്ചത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് 73 kg, വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. ഇനി സുധീറിന് ലഭിച്ചത് ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിങ്ങിലാണ്, ഹരിയാനക്കാരനാണ്. അപ്പോൾ ഈ ഗോൾഡ് മെഡൽ കിട്ടിയവരെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ദീപക് പുനിയക്ക് കിട്ടിയത് റെസ്ലിങ്ങിൽ 68 kg, ഹരിയാനക്കാരനാണ്. രവി ദാഹിയക്ക് കിട്ടിയത് റെസ്ലിങ്ങിലാണ് 57 kg, ഹരിയാന. ബജ്രംഗ് പൂനിയക്കും റെസ്ലിങ്ങിലാണ് മെൻസ് ഫ്രീ സ്റ്റൈൽ 65 kg. വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭാരാദോനാണ്. റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഗുസ്തി. ഇനി സാക്ഷി മാലിക്കിന് ലഭിച്ചത് റെസ്ലിംഗ് വുമൺസ് ഫ്രീ സ്റ്റൈൽ 62 kgക്കാണ്. സാക്ഷി മാലിക് റെസ്ലിംഗിൽ വുമൺസ് ഫ്രീ സ്റ്റൈൽ 62 kg. ദീപക് പുനിയക്ക് റെസ്ലിംഗ് മെൻസ് ഫ്രീ സ്റ്റൈൽ 86 kg. ഇനി രവികുമാർ ദാഹിയക്ക് റെസ്ലിംഗിലാണ് ലഭിച്ചത് മെൻസ് ഫ്രീ സ്റ്റൈൽ 57 kg. വിനേഷ് ഫാഗോട്ടിന് റെസ്ലിംഗിൽ വുമൺസ് ഫ്രീ സ്റ്റൈൽ 53 kg. നവീൻ മാലിക് റെസ്ലിംഗിലാണ് മെൻസ് ഫ്രീ സ്റ്റൈൽ 74 kg. ഇനി ഭവിന പാട്ടേലിന് ലഭിച്ചത് ടേബിൾ ടെന്നീസിലാണ് വുമൺ സിംഗിൾ. ഭവിന പാട്ടേൽ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ടേബിൾ ടെന്നീസ് ഇത് കായിക താരങ്ങളും അവ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അവരുടെ ഓരോ ഇതും പഠിച്ചു വെക്കാം.
ഇനി നിട്ടു ഗംഗാസ് ബോക്സിംഗ് വുമൺസ് 48 kg. അമിത് പങ്കൽ ബോക്സിംഗ് മെൻസ് 51 kg. ഇനി എൽദോസ് പോൾ അത്ലറ്റിക്സ് മെൻസ് ട്രിപ്പിൾ ജംപ്. ഇതെന്തായാലും ഓർത്ത് വെക്കുക, കാരണം മലയാളിയാണ്. എൽദോസ് പോൾ മലയാളിയാണ്. കായിക ഇനം അത്ലറ്റിക്സിൽ മെൻസ് ട്രിപ്പിൾ ജമ്പാണ്. ഇവിടെ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ആര്? എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളിയും ആരാണ്? എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനും ആരാണ്? എൽദോസ് പോൾ. ഇത് ഓർത്തു വയ്ക്കുക, എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നിക്കറ്റ് സെറീൻ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ബോക്സിംഗ് വുമൺസ് 15 kg ആണ്. നിക്കറ്റ് സെറീൻ ബോക്സിംഗ് വുമൺസ് 50 kg. ഇനി ശരത് അജണ്ട ശ്രീജ അക്കുള ടേബിൾ ടെന്നീസ് മിക്സ്ഡ് ഡബിൾസ്. ശരത് അജണ്ട ശ്രീജ അക്കുള ടേബിൾ ടെന്നീസ് മിക്സ്ഡ് ഡബിൾസ്. PV സിന്ധു ബാഡ്മിൻ്റൺ വുമൺ സിംഗിളിന് സ്വർണ്ണ മെഡലാണ് ലഭിച്ചത്. ലക്ഷ്യ സെൻ ബാഡ്മിൻ്റൺ മെൻസ് സിംഗിൾ എന്ത് ലഭിച്ചു? സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എൽദോസ് പോൾ മലയാളിയാണ്. മെൻസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പോൾ എത്ര മലയാളികൾക്കാണ് ആകെ മെഡൽ ലഭിച്ചത് കോമൺവെൽത്തിൽ? ആകെ 7 മെഡൽ മലയാളികൾ കരസ്ഥമാക്കി. ആകെ കോമൺവെൽത്ത് ഗെയിംസിൽ 2022 മലയാളികൾ കരസ്ഥമാക്കിയ മെഡലുകൾ ആകെ എത്രയാണ്? 7 മെഡലുകൾ മലയാളികൾക്ക് ലഭിച്ചു. ഇനി സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി ഇവർ ഏതോ ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ മെൻസ് ഡബിൾ. ഇവർക്ക് സ്വർണ്ണം ലഭിച്ചു. ഇനി ശരത് കമലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് മെൻസ് സിംഗിളിനാണ് സ്വർണം ലഭിച്ചത്. ഇനി വെള്ളി മെഡൽ. ഇന്ത്യക്ക് എത്ര വെള്ളി മെഡൽ ലഭിച്ചു? 16 വെള്ളി മെഡൽ ലഭിച്ചു. ഇനി ആർക്കൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ വുമൺസ് ക്രിക്കറ്റ് ടീമിന് ലഭിച്ചത് വെള്ളി മെഡലാണ്. അനുഷ മാലിക് റെസ്ലിംഗ് വുമൺസ് ഫ്രീ സ്റ്റൈൽ 57 kg. മുരളി ശ്രീശങ്കർ മെൻസ് ലോങ് ജമ്പ്. മുരളി ശ്രീശങ്കർ മെൻസ് ലോങ് ജമ്പ് മലയാളിയാണ്. മുരളി ശ്രീശങ്കർ മലയാളിയാണ്. ലോങ് ജമ്പിൽ വെള്ളി നേടിയ മലയാളി താരമാണ് ആര്? മുരളി ശ്രീശങ്കർ. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും ആരാണ്? മുരളി ശ്രീശങ്കർ. ഇനി ബാഡ്മിൻ്റൺ മിക്സ്ഡ് ടീമിനും വെള്ളി മെഡലാണ് ലഭിച്ചത്. അതിൽ ഉള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. കിഡംബി ശ്രീകാന്ത്, സാത്വിക് സായിരാജ്, സുമിത് റെഡ്ഡി, ലക്ഷ്യ സെൻ, ചിരാഗ് ഷെട്ടി, ട്രീസ ജോളി, അഗർഷി അശ്വിനി, ഗായത്രി ഗോപിചന്ദ്, PV സിന്ധു ഇവർ ബാഡ്മിൻ്റൺ മിക്സ്ഡ് ടീമിന് ഇവർക്ക് വെള്ളി മെഡൽ ലഭിച്ചു. ഇനി ശരത് കമൽ, G സത്യൻ ടേബിൾ ടെന്നീസ് മെൻസ് ഡബിൾസ്. വികാസ് ഠാക്കൂർ വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻസ് 96 kg. ഇനി സുശീല ദേവി ജുഡോ വുമൺസ് 48 kg. ബിന്ദ്യാരണി ദേവി വെയ്റ്റ് ലിഫ്റ്റിംഗ് വുമൺസ് 55 kg. തുലിക മാൻ ജുഡോ വുമൺസ് എബവ് 78 kg. ഇനി സങ്കേത് സർഗാർ വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻസ് 55 kgക്കും ഇത് ലഭിച്ചു. വെള്ളി മെഡലാണ്. ഇത് ഞാനിപ്പോൾ പറയുന്നത് വെള്ളി മെഡൽ നേടിയവരെ പേരാണ് ജസ്റ്റ് ഞാൻ പറയുന്നത്. അവിനാഷ് സാബിൾ മെൻസ് 3000 meter സ്റ്റീപ്പിൾ ചേസ്. ഇനി പ്രിയങ്ക ഗോസ്വാമി വുമൺസ് 10 km റേസ് വാക്ക്. പ്രിയങ്ക ഗോസ്വാമി വുമൺസ് 10 km റേസ് വാക്ക്. ഇനി ദിനേശ് കുമാർ, ചന്ദൻ കുമാർ സിംഗ്, സുനിൽ ഇവർക്ക് ഏതിലാണ് ലഭിച്ചത്? ലോൺ ബോൾ മെൻസിൽ. ലോൺ ബോൾ മെൻസിൻ്റെ വിഭാഗത്തിലാണ് കേട്ടോ ഇവർക്ക് വെള്ളി മെഡൽ ലഭിച്ചത്. ഇനി അബ്ദുള്ള അബൂബക്കർ മെൻസ് ട്രിപ്പിൾ ജമ്പ്. അബ്ദുള്ള അബൂബക്കർ മെൻസ് ട്രിപ്പിൾ ജമ്പ്. അബ്ദുള്ള അബൂബക്കർ മലയാളിയാണ് കേട്ടോ. അബ്ദുള്ള അബൂബക്കർ മലയാളിയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളിയാണ് ആര്? അബ്ദുള്ള അബൂബക്കർ. അബ്ദുള്ള അബൂബക്കർ മെൻസ് ട്രിപ്പിൾ ജമ്പ്. ഇനി സാഗറിന് ലഭിച്ചത് ബോക്സിംഗ് മെൻസ് സൂപ്പർ ഹെവി വെയ്റ്റ്. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന് വെള്ളി മെഡലാണ് ലഭിച്ചത്. ഇനി വെങ്കല മെഡൽ. ഇന്ത്യക്ക് 23 വെങ്കല മെഡലാണ് ലഭിച്ചത്. അത് ആർക്കൊക്കെ ലഭിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം പേര്.
ഗുരുരാജ് പൂജാരി വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻ 61 kg. വിജയ് കുമാർ യാദവ് ജുഡോ മെൻ 60 kg. ഹർജിന്ദർ കൗർ വെയ്റ്റ് ലിഫ്റ്റിംഗ് വുമൺ 71 kg. ലവ്പ്രീത് സിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻസ് 109 kg. ഇനി സൗരവ് ഘോഷാൽ സ്ക്വാഷാണ് മെൻ സിംഗിൾ. സൗരവ് ഘോഷാൽ സ്ക്വാഷ് മെൻ സിംഗിൾ. ഗുർദീപ് സിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻസ് 109 kg. ഇനി തേജസ്വിനി ശങ്കർ മെൻസ് ഹൈ ജമ്പ്. തേജസ്വിനി ശങ്കർ മെൻസ് ഹൈ ജമ്പിന് എന്ത് ലഭിച്ചു? വെങ്കല മെഡൽ. ദിവ്യ കാക്രൺ wrestling woman 68 kg. ദിവ്യ കാക്രൺ wrestling woman 68 kg. ഇനി മോഹിത് ഗ്രിയുവൽ wrestling മെൻസ് 125 kg. ജൈസ്മിൻ ബോക്സിംഗ് വുമൺസ് ലൈറ്റ് വെയ്റ്റ് 16 kg. പൂജ ഗെഹ്ലോട്ട് wrestling ഫ്രീ സ്റ്റൈൽ വുമൺസ് 57 kg. പൂജ സിഹാഗ് wrestling ഫ്രീ സ്റ്റൈൽ വുമൺസ് 76 kg. ഇനി ഹുസാമുദ്ദീൻ മെൻസ് ബോക്സിംഗ് ഫെദർ വെയ്റ്റ് ആണ്. മെൻസ് ബോക്സിംഗ് ഫെദർ വെയ്റ്റ് ഹുസാമുദ്ദീൻ. ദീപക് നെഹ്റ wrestling ഫ്രീ സ്റ്റൈൽ മെൻസ് 97 kg. ഇനി സോണൽബെൻ പാട്ടേൽ പാരാ ടേബിൾ ടെന്നീസ് വുമൺ സിംഗിൾ. സോണൽബെൻ പാട്ടേൽ പാരാ ടേബിൾ ടെന്നീസ് വുമൺ സിംഗിൾ. ഇന്ത്യൻ വുമൺസ് ഹോക്കിക്കും എന്ത് ലഭിച്ചു? ഇന്ത്യൻ വുമൺസ് ഹോക്കിക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത്. ഇനി രോഹിത് ടോക്കാസ് ബോക്സിംഗ് മെൻസ് വെൽറ്റർ വെയ്റ്റ് 67 kg. സന്ദീപ് കുമാർ മെൻസ് 10,000 മീറ്റർ റേസ് വാക്ക്. 10,000 മീറ്റർ റേസ് വാക്കിന് ആർക്കാണ്? സന്ദീപ് കുമാറിന് വെങ്കല മെഡൽ ലഭിച്ചു. ഇനി അന്നു റാണി വുമൺസ് ജാവലിൻ ത്രോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അന്നു റാണി വുമൺസ് ജാവലിൻ ത്രോക്ക് എന്ത് വെങ്കല മെഡൽ ലഭിച്ചു. സൗരവ് ഘോഷാൽ ദീപിക പള്ളിക്കൽ മലയാളിയാണ് കേട്ടോ. സൗരവ് ഘോഷാലിനും ദീപിക പള്ളിക്കലിനും സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡൽ ലഭിച്ചു. കിഡംബി ശ്രീകാന്തിന് ബാഡ്മിൻ്റൺ മെൻസ് സിംഗിളിൽ വെങ്കല മെഡൽ ലഭിച്ചു. ഇനി ഗായത്രി ഗോപിചന്ദും ട്രീസ ജോളിക്കും ബാഡ്മിൻ്റൺ വുമൺസ് ഡബിൾസിൽ വെങ്കല മെഡൽ ലഭിച്ചു. ഇവിടെ ഓർത്തു വെക്കേണ്ടത് ട്രീസ ജോളി മലയാളിയാണ്. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് ആര്? ട്രീസ ജോളി. മിക്സ്ഡ് ടീം ബാഡ്മിൻ്റണിൽ വെള്ളിയും വനിതാ ഡബിൾസിൽ ഗായത്രി ഗോപിചന്ദിനുമൊപ്പം വെങ്കല മെഡലും നേടി. ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി ബാഡ്മിൻ്റൺ വുമൺസ് ഡബിൾസിൽ എന്ത് ലഭിച്ചു? വെങ്കല മെഡൽ. ഇനി ജി സത്യൻ്റെ കായിക ഇനം ടേബിൾ ടെന്നീസ് മെൻസ് സിംഗിൾസ്. ടേബിൾ ടെന്നീസ് മെൻസ് സിംഗിൾസ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് അന്നു റാണി വുമൺസ് ജാവലിൻ ത്രോ ആണ്. ദീപിക പള്ളിക്കൽ മലയാളിയാണ്. സൗരവ് ഘോഷാലിനും ദീപിക പള്ളിക്കലിനും സ്ക്വാഷ് മിക്സ്ഡ് ഡബിൾസിൽ വെങ്കല മെഡൽ നേടി. ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളിക്കും എന്ത് ലഭിച്ചു? ബാഡ്മിൻ്റണിൽ വുമൺസ് ഡബിൾസിൽ വെങ്കല മെഡൽ ലഭിച്ചു. കിഡംബി ശ്രീകാന്ത് ബാഡ്മിൻ്റൺ. അപ്പോൾ ട്രീസ ജോളി മലയാളിയാണ്, ദീപിക പള്ളിക്കൽ മലയാളിയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. താങ്ക് യു.